സംഘപരിവാർ ഭീഷണിക്കെതിരെ പാട്ടും പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാനവീയ വീഥിയിൽ നടന്ന സാംസ്കാരിക പ്രതിരോധം സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്രങ്ങൾക്കും സർഗ സൃഷ്ടികൾക്കും കലാകാരങ്ങൾക്കും എതിരെ സംഘപരിവാറിന്റെ ഭീഷണിയെ ശക്തമായി പ്രതിരോധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംഗീതമ്പുരാന്മാർ എമ്പുരാനെ എതിർക്കുമ്പോൾ നമുക്ക് കാണാം എന്ന പേരിലായിരുന്നു സാംസ്കാരിക കൂട്ടായ്മ. മതരാഷ്ട്രവാദ ആശയങ്ങൾ ഈ നാട് തിരിച്ചറിയുന്ന കാലം വരും. സംഘപരിവാറിന്റെ ഭീഷണികളെ ജീവൻ കൊടുത്തും സംഘടന പ്രതിരോധിക്കുമെന്നും ഗുജറാത്ത് വംശഹത്യയെപ്പറ്റി പരാമർശിച്ചാൽ പരാമർശിക്കുന്നവരെ മുഴുവൻ രാജ്യദ്രോഹികളാക്കുന്നത് അംഗീകരിക്കില്ലെന്നും സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് പറഞ്ഞു. എന്താണ് ആർഎസ്എസിനെ അസ്വസ്ഥപ്പെടുത്തുന്നത്? ഈ രാജ്യം മുഴുവൻ മറന്നു പോവണം എന്ന് അവരാഗ്രഹിക്കുന്ന ഒരു കാര്യം ഗുജറാത്ത് കലാപമാണ്. ഇതെല്ലാം തിരിച്ചറിയുന്ന ഒരു കാലം വരും. കാർമേഘങ്ങളുടെ ഘോഷയാത്രയിൽ നക്ഷത്രങ്ങളുടെ തിളക്കമാർന്ന കണ്ണുകൾ കെട്ടുപോവില്ല എന്ന് പാടിയതുപോലെ ആർഎസ്എസ് മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്രവാദ ആശയങ്ങൾ അത് ഈ നാട് തിരിച്ചറിയുന്ന കാലം വരും. ആർഎസ്എസ് ഭീഷണിക്കെതിരെയും ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കാനുമായി മറ്റു ജില്ലകളിലും ഡിവൈഎഫ്ഐ പ്രതിഷേധം സംഘടിപ്പിച്ചു. ബ്ലോക്ക് കേന്ദ്രങ്ങളിലായിരുന്നു പ്രതിഷേധം. ആയിരക്കണക്കിന് ആളുകൾ പലയിടങ്ങളിലും പങ്കാളികളായി. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനായി തുടർന്നും ജില്ലയിലെ എല്ലാ മേഖലാ കേന്ദ്രങ്ങളിലും വിവിധ പരിപാടികൾ ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കും. ദൈവത്തെ കൊല്ലണ നമ്പ്രാന്റെ ദൈവം നമ്മളെ കൊല്ലാണ്ടിരിക്കുമെന്നാരതു കണ്ടു. കുട്ടികളെ കൊല്ലണ ദൈവത്തെ നമ്മക്കും കൊല്ലാം. കറുത്ത ദൈവത്തിനായൊരു പാട്ടും പാടാം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.